ഇപ്പോൾ ധനമന്ത്രി സംസാരിക്കുകയാണ്. സർക്കാർ ജീവനക്കാരും പൊതുജനങ്ങളും എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന പോലെ അതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രതിപക്ഷത്തിൻ്റെയും സഹകരണം ഈ കാര്യങ്ങളിൽ ഉണ്ടാവണം. പ്രതിപക്ഷ നേതാവിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രസമ്മേളനത്തിലെ പിന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നേരത്തെയുള്ള കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഈ പറയുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം പറയുന്നില്ല. അതുകൊണ്ട് എൻ്റെ വിനീതമായ അഭ്യർത്ഥന ഈ കേരളത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വർഷം 50,000 കോടി രൂപ നഷ്ടപ്പെട്ടാൽ 2, 3, 4 വർഷമാകുമ്പം 2 ലക്ഷം കോടി രൂപ കേരളത്തിൽ വരേണ്ടത് കേരളത്തിൽ വരില്ല, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും, മറ്റ് പ്രദേശങ്ങളിലേക്ക് പോകും. ചിലപ്പോൾ അത് സംസ്ഥാനങ്ങൾക്ക് തന്നെ കിട്ടണമെന്നില്ല, കോർപ്പറേറ്റുകളുടെ പല ഇതിനും ഉള്ള പദ്ധതികൾക്ക് പോകും. അതുകൊണ്ട് ആ കാര്യം പറയാനാണ് വിളിച്ചത്. ബഡ്ജറ്റിൻ്റെ തയ്യാറെടുപ്പും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതിനിടയിൽ ഈ കാര്യം കേരളത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി മാത്രമല്ല, ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് 8-ാം തീയതി നടക്കുന്ന കേരളം ആകെ ഒരുമിച്ച് ചേർന്ന് നടത്തേണ്ട ഈ വലിയ പ്രക്ഷോഭം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒന്ന് പറയണം എന്നുള്ളതുകൊണ്ടാണ് വിളിച്ചത്. നാളെ നടക്കുന്ന സമരം തീർച്ചയായിട്ടും പിന്നെ ആ സമരം ഇപ്പോൾ ഒരു യഥാർത്ഥത്തിലുള്ള കാരണങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ്. കേന്ദ്രം തരണ്ട. KN ബാലഗോപാൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. പ്രതിപക്ഷം ഉൾപ്പെടെ യോജിച്ചു നിൽക്കണം കേന്ദ്രത്തിനെതിരായ സമരത്തിൽ എന്നാണ് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത്.